ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് ജുഡീഷ്യൽ ചുമതലകൾ നൽകരുതെന്ന നിർദ്ദേശം യശ്വന്ത് വർമ്മയെ അലഹബാദിലും ജോലിയിൽ നിന്ന് വിലക്കാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് നിർദ്ദേശം നൽകിയത്. ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. ശരത് ലാൽ, യശ്വന്ത് വർമ്മയ്ക്കെതിരെ കർശനമായ നടപടികൾ തന്നെയാണല്ലോ സ്വീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. സ്വാതി, ഇന്ന് ഉച്ചയോടുകൂടിയാണ് യശ്വന്ത് വർമ്മയെ ഡൽഹിയിൽ നിന്ന് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയത്. ഇന്ന് സുപ്രീം കോടതി കൊളീജിയം നൽകിയ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. അത് തുടർന്നാണ് ഉത്തരവ് പുറത്തിറക്കുന്നത്. ഈ ഉത്തരവ് പുറത്തിറക്കി സ്ഥലമാറ്റ പ്രാബല്യത്തിൽ വന്ന ഉടനെ തന്നെയാണ് ചീഫ് ജസ്റ്റിസ് കൊളീജിയത്തിന് മറ്റൊരു നിർദ്ദേശം അലഹബാദ് ചീഫ് ജസ്റ്റിസിന് നൽകുന്നത്. ജുഡീഷ്യൽ ചുമതല നൽകാൻ പാടില്ല. അന്വേഷണം പൂർത്തിയാക്കുന്നവരെ, 3 അംഗ സമിതിയുടെ അന്വേഷണം പൂർത്തിയാക്കുന്നവരെ ഒരു ജുഡീഷ്യൽ ചുമതലയും നൽകരുത്. അതുകൊണ്ട് തന്നെ വർമ്മയെ അലഹബാദിലേക്ക് മാറ്റുന്നതിന് കടുത്ത പ്രതിഷേധമായി അലഹബാദ് ബാർ അസോസിയേഷൻ രംഗത്ത് വന്നിരുന്നു. ഇതും കൂടി പരിഗണിച്ചാണ് ജുഡീഷ്യൽ ചുമതലകൾ നൽകരുത് എന്നൊരു ഉത്തരവ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ജുഡീഷ്യൽ കേസിൽ വാദം കേൾക്കാൻ അല്ലെങ്കിൽ കേസിൽ സിറ്റിംഗ് നടത്തിയാൽ തങ്ങൾ ബഹിഷ്കരിക്കുമെന്ന ഒരു ഭീഷണിയും അലഹബാദ് ബാർ കൗൺസിൽ നേരത്തെ തന്നെ നൽകിയിരുന്നു. ഇതൊക്കെ പരിഗണിച്ചാണ് സുപ്രീം കോടതി കൊളീജിയം നിർദ്ദേശാനുസരണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ന് ജുഡീഷ്യൽ ചുമതല നൽകുന്നതിലും ജസ്റ്റിസ് വർമ്മയെ മാറ്റി നിർത്തിയിരിക്കുന്നത്. സ്വാതി. ശരി ശരത് ലാൽ. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് ജുഡീഷ്യൽ ചുമതലകൾ നൽകരുതെന്ന നിർദ്ദേശം യശ്വന്ത് വർമ്മയെ അലഹബാദിലും ജോലിയിൽ നിന്ന് വിലക്കാനാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്.